എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് 20-ാം തീയതി ആണെന്നല്ലോ ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത്. ഇവിടെ ഇലക്ഷനായിരുന്നു. രാവിലെ എല്ലാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ അടുത്ത പൊഴുമോൻ 4ാം ക്ലാസ് വരെ പഠിച്ചത് ഈ ലോക്കണ്ടോല സ്കൂളിലായിരുന്നു. അപ്പം അവിടെ പോയി ഓട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പിന്നെ ബാക്കി ജോലികളൊക്കെ ചെയ്ത് അപ്പം അതനുസരിച്ച് ഇന്ന് പോകണമെന്നുള്ളത് കൊണ്ട് ഇച്ചിരി കൂട്ടാനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുത്തൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. ഉച്ചയ്ക്കാൻ പിടിച്ച് കിടത്തിയതോടെ എൻ്റെ ദൈവമേ ഇന്ന് എനിക്ക് വന്ന ഗുൽമാല നോക്കിക്കോണേ. അപ്പോൾ എന്താ ഞങ്ങൾ ഇവിടെ ഈ ടൈലിൻ്റെ കാര്യം ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ. അപ്പോൾ അന്ന് 2 ടൈൽ ഇളക്കിപ്പിച്ചായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരാളെ വിളിച്ചിട്ട് ഇവിടുത്തെ 2-3 ടൈല് മാറ്റി ആ സംഭവം. അപ്പോൾ ഈ ആദ്യത്തെ ടൈൽ ഇളക്കിയതിൻ്റെ അപ്പുറത്തെ ടൈല് വീണ്ടും ഇളകാൻ തുടങ്ങി. അപ്പം ഞങ്ങളുടെ താഴെ പണിക്കാരുണ്ടായിരുന്നു. അവരുടെ ബാത്റൂമൊക്കെ അന്നേരം അങ്ങാരെ വിളിച്ച് കാണിച്ചോണ്ടേ ഇന്ന് അയക്ക് അവധിയുണ്ട്, അതിൻ്റെ മെയിൻ ആൾക്ക് ഇന്ന് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ഇന്ന് ചെന്നാൽ അങ്ങ് ചെയ്യട്ടെ. റീച്ചാൻ്റെ ഞാൻ പറഞ്ഞിട്ട് ലേറ്റായിട്ട് പോകും. അപ്പം അതങ്ങ് നടക്കുമല്ലേ. അപ്പം ഇവന്മാർ ഇവിടെ കിടന്ന് അത് ചവിട്ടി തേക്കണ്ട അന്നേരം പുള്ളിക്കാരൻ ചെയ്തിട്ട്. അപ്പം ഞാൻ ഇന്നാളി എന്നോട് ഇങ്ങനെ ചിലർ പറഞ്ഞായിരുന്നു അതിൻ്റെ അകത്ത് മൊത്തവും വെള്ളം ഒഴിച്ചിടണമായിരുന്നു, അല്ലെങ്കിൽ ശരിയാവാത്ത. അപ്പം ഞാൻ ഈ പുള്ളിക്കാരനോട് ചോദിച്ചു, ഇങ്ങനെ ഈ ടൈലിട്ട് കഴിയുവാണെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചിടണമെന്ന്. അയാൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഇത് കാല ടൈലല്ലെന്ന് എന്തോ ഒന്ന് പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കിടന്ന് ചവിട്ടി തേക്കണ്ടെന്ന് പറഞ്ഞ് ഇവൻ പറഞ്ഞ് ഞാൻ താഴെ പോകാൻ ഉച്ചയായി, എനിക്ക് വിടണമെന്നൊരു താല്പര്യമില്ലായിരുന്നു. റേച്ചാൻ പറയുന്ന പോകട്ടെ, ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണ്ട പോട്ടെന്ന്. ഇവരെ വിട്ടു. ഇത് കഴിഞ്ഞ് ഇവൻ്റെ കാർഡ് എടുക്കാൻ വന്ന് ഇവൻ പറഞ്ഞിട്ട് പോകും ഞാൻ ഇത്ര മണിക്ക് വരാമെന്ന്. വരത്തൊന്നുമില്ല. അപ്പോൾ കാർഡ് എടുത്തുകൊണ്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് 2 മണിയായി. അനു വന്നിട്ടും ഇവനെ കാണുന്നില്ല. എടാ നീ അനു ആൻറ്റിയെ കണ്ടായിരുന്നോടാ? കണ്ടോ? അപ്പോൾ അനു വന്നിട്ട് പോകണ. ഞാൻ പറഞ്ഞു അനു താഴെ എങ്ങാനും ഉണ്ടെങ്കിൽ കയറി വരാൻ പറയണേന്ന്. കുറച്ച് കഴിഞ്ഞ് കണ്ടിട്ടില്ല. ഇവിടെ എല്ലാം വിളിച്ചിട്ടൊന്നും കേട്ടില്ല. പിന്നെ ഞാൻ പോയി എൻ്റെ ചിന്ത ഇവിടെ ഈ ഞങ്ങളുടെ ഇവിടെ 9 നമ്പറിൽ തന്നെ ഉണ്ടെന്നാണ്. അവിടെ ഒന്നുമില്ല. പിന്നെ റീച്ചാൻ ഫോൺ ചെയ്തുകൊണ്ട് റീച്ചാൻ ജോലിക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. റീച്ചാൻ പറഞ്ഞു 8-ാം നമ്പറിൻ്റെ അവിടെ കാണും. 8-ാം നമ്പറിൻ്റെ അവിടെ ഇവന്മാരിരുന്ന് കാർഡ് കളിക്കുവാന്ന് പറഞ്ഞു. ഞാൻ 8-ാം നമ്പറിൻ്റെ അവിടെ പോയി. അവിടെ ഇല്ല. 7, 5, 6 അലീഗം മൊത്തത്തിൽ സൊസൈറ്റി മൊത്തം ഞാൻ നടന്നിട്ട് ഇവനെ കാണുന്നില്ല. എനിക്കങ്ങ് ടെൻഷനായി. അപ്പം നോക്കിയുണ്ടെങ്കിൽ കാണാം പോള് ക്ലാസ് കഴിഞ്ഞ് അവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഇവന്മാരെല്ലാം കൂടെ ഗേറ്റ് വരെ അവനെ യാത്ര അയക്കാൻ പോയിട്ട് വരുന്നു. ഞാനിവിടെ എല്ലാം കറങ്ങിയപ്പോഴത്തേക്കും ഡാഡിയുടെ ഫോൺ വന്ന് അവനിങ്ങി വന്നെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരട്ടെ, ഞാൻ കൂട്ടുക്കുന്നുണ്ടെന്ന്. ഈ ഉച്ചാമണി നേരത്ത് ഞാനിവിടെ പകുതി അടപ്പത്തിട്ടിട്ടാണ് ഓടിയത് ഇവനെ നോക്കാൻ. അപ്പോൾ ഇവനോട് ചോദിച്ചിട്ട് പറഞ്ഞു ഞാൻ 8-ാം നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ 8-ാം നമ്പർ ഇവിടെ അല്ല. അന്നേരം ഇവിടെ എല്ലാം ഈ ഇലക്ഷൻ്റെ ആൾക്കാരിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു, ഈ പോകുന്നവർക്കൊക്കെ ബൂത്ത് പറഞ്ഞു കൊടുക്കാനൊക്കെ. ഞാൻ പറഞ്ഞു ഞാനവിടെ വാച്ച്മാനത്തും ചോദിച്ചില്ല. ഇവൻ 8-ാം നമ്പറിലും കണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് കറങ്ങി ചെന്നപ്പോഴത്തേനും ഇവൻ അതിലെ കറങ്ങി 10-ാം നമ്പറിൻ്റെ പുറകിൽ കൂടെ കയറി വന്നു. ഇന്നങ്ങനെ ഒരു പരിപാടിയൊക്കെ നടന്നിട്ടിരിക്കുക. ഞാൻ പറയും ഇനി മേലിൽ ഈ നമ്മുടെ സൊസൈറ്റി വിട്ടിട്ട് അപ്പുറത്തെ സൊസൈറ്റിയിൽ അങ്ങനെ പോകാമെന്നെങ്കിൽ എന്നോട് വന്ന് പറയണമെന്ന്. അപ്പോൾ പോള് വന്ന് പറഞ്ഞാൽ മമ്മി പിന്നെ വിടത്തില്ല, അതുകൊണ്ടാവും പറയാതിരുന്നത്. ഇന്നലെ പോയി മറിഞ്ഞടിച്ചിട്ട് മൊത്തത്തിൽ കൈയെല്ലാം റെഡിയായിട്ട് വന്ന്. പക്ഷേ ഇന്നലെ നന്നായിട്ടെല്ലാം സ്വെല്ലിംഗ് ആയിട്ടിരിക്കുമായിരുന്നു. ഇന്ന് രാവിലെ നോക്കണ്ടേ അത്രയില്ല. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞങ്ങൾ പോയി ഓട്ടൊക്കെ ഇട്ടിട്ട് വന്നു. അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതിൻ്റെ അകത്തുണ്ടേ, നോക്കണേ. ഓക്കെ, ഇന്നലെ പൂർണ്ണം പറഞ്ഞില്ലേ ഞാൻ കമൻസൊക്കെ വായിക്കാറുണ്ടെന്ന്. അപ്പോൾ പ്രിയച്ചേ ചോദിച്ചു മോന് മലയാളം അറിയത്തില്ലല്ലോ പിന്നെ എങ്ങനെയാണ്. അവന് മലയാളം നമ്മുടെ മലയാളത്തിൽ തന്നെ എഴുതുന്നത് ഞാൻ ഇങ്ങനെ വിളിക്കും. ഇവൻ്റെ ആണേലും അവൻ്റെ ആണേലും വിളിച്ചിട്ട് പറയും മോനെ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കും. മംഗ്ലീഷ് അവന് വായിക്കാൻ പറ്റും. നിനക്കറിയാമോ? അവനും അറിയത്തില്ല. എന്താ ഒന്ന് പോന്നോ താഴെ? ഈ കാല് കണ്ടോ ചെരുപ്പിടാതെ നടന്നേൻ്റെ? എന്തു തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നേ? പോയി മുഖം കഴുകും.
എന്നിട്ട് ചപ്പലിട്ട് തടാ കാലം പോകത്തില്ല, ഇനിയും പോകത്തില്ല, ഇന്നിനും പോകത്തില്ല. അപ്പം അവൻ ചോദിക്കുക, ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ പോളിന് മലയാളം വായിക്കാൻ അറിയത്തില്ലെന്ന്. അപ്പം വലിയ ഇതായിട്ട് അയ്യോ അച്ചാച്ചനും അറിയത്തില്ലേ? ഞാൻ ചിന്തിച്ച് അച്ചാച്ചന് വായിക്കാൻ അറിയാമെന്ന്. ഞാൻ ചോദിച്ചു നിനക്കറിയാമോ എന്ന്. അവനറിയത്തില്ല. ഞാൻ പറഞ്ഞാൽ അവനും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ പിന്നെ പൊഹ ഉണ്ടാക്കാൻ നോക്കുക, പൊഹ അവലുപ്പുമാവ്. അപ്പോൾ എനിക്ക് ഇതുവരെ ഈ നൈഫും കൊണ്ട് അതിൻ്റെ അങ്ങോട്ട് എക്സ്പീരിയൻസ് ആയിട്ടില്ല, വാക്കായിട്ടില്ല കണ്ടിക്കാൻ. മറ്റേത് വെച്ചാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ചെയ്തേനായിരുന്നു. അപ്പം നല്ല വാത്തലയുണ്ട് അതിന്. അപ്പം ഞാൻ പച്ചമുളക് അരിഞ്ഞ് സവാള ഇങ്ങനെ ചരിച്ചും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ പുകയാന്ന് കണ്ടപ്പോഴേ ഇന്നലെ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. മെനഞ്ഞാന്നും ലേറ്റായിട്ട് വന്നത് കൊണ്ടാണ് ഇവന് പോളിന് സേവ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ സേവായിട്ട് ഞാനെങ്ങനെ കടയിൽ ഓർഡർ ചെയ്യുന്നതെന്നും പറഞ്ഞ് നേരത്തെ വരുവാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷേ നേരത്തെ അല്ല വന്നത്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാഞ്ഞത്. പക്ഷേ ഇന്നും ലേറ്റായിട്ട് ഉണ്ടാക്കി. അന്നേരം വേറൊന്ന് ബ്രെഡുകാരൻ വന്നിട്ട് ബ്രെഡും വാങ്ങിച്ചാലും ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് പിന്നെ ഇതങ്ങ് നാക്കാന്ന് വെച്ച്. രാവിലെ പോകേണ്ടതായുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും പണ്ടത്തേൻ്റെ അത്രയൊന്നും ഈ തള്ളില്ല. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ രാവിലെ പോകേണ്ടി വരും, തള്ളാ, അതുകൊണ്ട് എളുപ്പം പോകണമെന്ന് പറഞ്ഞ് വോട്ടിടാനേ. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ലാസ്റ്റ് ടൈം പോയപ്പോഴും അങ്ങനെ ഞങ്ങൾ പോയി ഇട്ടു, ഉടനെ വന്നു. ഇപ്രാവശ്യം അതുപോലെ സ്കൂളിൻ്റെ ഇതായതുകൊണ്ട് ഒത്തിരി അങ്ങ് ഗ്രൗണ്ട് ഫ്ലോറാണ് ഉള്ള റൂമുകൾ എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഓരോരുത്തടുത്ത് പോയി നമുക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാൻ എന്നും ചെയ്യുന്ന പോലെ കപ്പലണ്ടി ജീരകം ഇട്ടിട്ട് ഇച്ചിരി കടുവും ജീരകം ഇട്ട് പൊട്ടിച്ചിട്ട് കപ്പലണ്ടി ഇട്ടിട്ട് വറുത്തിട്ട് കുറച്ചിങ്ങെടുത്ത് മാറ്റി. കാരണം ഇവന്മാർക്ക് കൊണ്ട് ഈ നാരങ്ങ 2 എണ്ണം ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. കാരണം കുഞ്ഞൻ നാരങ്ങ റീച്ചാൻ കൊണ്ടുവന്നത് അതിനൊട്ട് നീരും അങ്ങനില്ല. അതുകൊണ്ട് 2 എണ്ണം പിഴിഞ്ഞ് ചേർക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ സാധാരണ മുളക് പൊടി ഇടുന്നതല്ല, ഇപ്പോൾ 2 പ്രാവശ്യം കൊണ്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് പോളിനെ ഉദ്ദേശിച്ച്. കൊച്ചവൻ വേണ്ടാന്നും പറഞ്ഞ് നിൽക്കുക. ഞാൻ ഇന്ന് സ്കൂളും ഇല്ലല്ലേ, എന്നാൽ ഇവിടെ ഇരിക്കട്ടെ, വിശക്കുമ്പം തിന്നട്ടെന്ന് വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഗതി കെട്ട പശു പുല്ലും തിന്നുമെന്ന് പറഞ്ഞതുപോലെ. ഇന്ന് വീട്ടിൽ ഫോൺ ചെയ്തോണ്ടേ അമ്മ പറയുന്നത് മക്കളെ കൊടൈക്കനാൽ പോലെ ഇവിടെ മൂന്നാർ പോലൊക്കെ ഉള്ള തണുപ്പെന്ന്. ഞാൻ ചോദിച്ചു എന്തു അമ്മേ അത്രയ്ക്ക് മഴയാണോ? ചിലരുടെ ബോഡി ഇങ്ങനെ ഉണ്ടല്ലോ, ഇത്തിരി ഒന്ന് തണുപ്പടിച്ചാൽ ഭയങ്കര തണുപ്പായിരിക്കുമല്ലേ. അമ്മയ്ക്കൊക്കെ അങ്ങനെയാണ്. അപ്പം പറഞ്ഞ് മഴയുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് മഞ്ഞ് കയറി ഇതുപോലെ കോടമഞ്ഞ് പോലെ കിടക്കുന്നെന്ന്. അതുപോലെ അമ്മ എന്നോട് സംസാരിക്കുന്നതിന് ഉച്ചയ്ക്കാണ് സംസാരിക്കുന്നതിനെ മൂക്ക് ഇങ്ങനെയൊക്കെ ചീറ്റുന്നു, കാരണം അത്രയ്ക്ക് തണുപ്പെന്ന്. അങ്ങനെ കൊച്ചുങ്ങളെ സ്കൂളിൽ വിട്ടായിരുന്നു. അപ്പോൾ അതുങ്ങളെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോയി. അതുങ്ങൾക്ക് പെട്ടെന്ന് അതുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ ഇത്തിരി കുറവാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളടുത്ത് പറഞ്ഞതുപോലെ ഇല്ല അമ്മ പറയും മക്കളെ വൃശ്ചികക്കാറ്റ് തുടങ്ങിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞ അമ്മയെ ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ ഓർത്തതേ ഉള്ളൂ. രാവിലെ പിള്ളേർ പൂ പറിക്കാൻ പോകുന്നതും വിറകും ചുള്ളിക്ക് പോകുന്നതും എല്ലാം ഞാനിങ്ങനെ ഓർത്തതേ ഉള്ളൂ. അമ്മ പറയാതെ അതൊക്കെ പണ്ടത്തെ കാലമായിരുന്നു മക്കളെ. ഇപ്പോൾ ഒന്നും ആരും അങ്ങനെ വിറക് പറക്കാനും പോകുന്നില്ല, പൂ പറിക്കാനും പോകുന്നില്ല, ഒന്നിനും ഇല്ലെന്ന്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ശബരിമലയിൽ പോകുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ വയലിൻ്റെ ഇറമ്പിലാണ് ഞങ്ങളുടെ വീടെന്ന്. രാത്രിയാവുന്നുണ്ടേ ഇങ്ങനെ തലയെക്കെട്ടും കെട്ടി രാത്രി ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് പോവും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അഞ്ചലി ചെന്നിട്ട് ബസ് പിടിച്ച് പോകാനായിരിക്കും. പക്ഷേ ഇപ്പം വയലും ഇല്ല, വരമ്പും ഇല്ല, ഒന്നുമില്ല. ഇപ്പം എല്ലാവരും ഡയറക്റ്റ് കാറ് വീട്ടിൽ തന്നെ വിളിച്ചിട്ടാണ് പോകുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഇവർ നടന്നായിരുന്നു കുറേ ദൂരം ഇങ്ങനെ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഒരു സമയമാകുമ്പോൾ അറിയാം ഇങ്ങനെ ആൾക്കാരിങ്ങനെ സൗണ്ട് വെച്ച് പോകുന്നത്. അപ്പം ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് പെട്ടെന്ന് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാനും ഡാഡിയും റീച്ചാനും കൂടെ വോട്ട് ഇടാനായിട്ട് പോയി. അപ്പം ഞങ്ങൾ വോട്ടൊക്കെ ഇട്ടിട്ട് അവിടെ തന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോയി ഫോട്ടോ ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് വന്നാൽ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ്. എന്നിട്ട് എല്ലാവരും ഞങ്ങൾക്ക് ഇങ്ങനെ ലേഡീസ് ഗ്രൂപ്പ് ഉണ്ടല്ലേ, എല്ലാവരും കൊണ്ട് ഇപ്രാവശ്യം ഞാനും ലേഡീസ് ഗ്രൂപ്പിലിട്ട് ഞങ്ങളുടെ സൊസൈറ്റിയുടെ ഗ്രൂപ്പിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സ്കൂളിൽ നിന്ന് നടന്നിങ്ങനെ
വരുവാ. ഡാഡിയുടെയും എടുത്തു, ഞങ്ങളുടെ 3ൻ്റെ എടുത്ത്. പിന്നെ ഞാൻ സെൽഫി അടുപ്പ് അങ്ങ് നിർത്തി. കാരണം മൂക്കിടിച്ച് വീഴും. സ്റ്റെപ്പ് അടുത്തത് വരുന്നത്. ഇത്ര ഇടയുള്ളായിരുന്നു. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പുകളായിരുന്നു. കൂടുതൽ സെൽഫി എടുത്താൽ ചിലപ്പം മൂക്ക് കാണത്തില്ല. വന്ന് കഴിഞ്ഞ് തുണി കഴുകാനിട്ടു. മീൻ ഇച്ചിരി ഉണ്ട്, അതിനടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അരി തിളപ്പിച്ചിട്ടിട്ടാണ് പോയെ. ഒരുത്തന് ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ട് പോയ, അവൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പ്രൈസൻ നിനക്കിത് വേണ്ടേ പുക കഴിക്കാൻ? ഇവിടെ കഴിക്കണം. പിന്നെ നീ എന്തോ കഴിക്കും? പിന്നെ എന്തോ കഴിക്കുന്നേ? ഇന്നലെ കളിക്കാൻ പോയിട്ട് കൈ മുറിഞ്ഞത് എന്തിയെ? മുട്ട് കാണിച്ചേ, കാണിക്കടാ. ഇത്രയേ ഉള്ളൂ. ഇന്നലെ സ്വെല്ലിങ് പോലെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഹോംവർക്ക് ചെയ്യും. കഴിഞ്ഞതല്ല എന്നാ പാട്ട് പാടി. ആ ലിബിൽ ബാം എടുത്ത് പോയി തേച്ചേ. ഈ വെയിലത്ത് എന്തിനാ റേച്ചാ വിടുന്നേ? പറ. ഇവൻ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഇത്തിരി എന്താ കൊഞ്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ടെ ചില സമയത്ത് ഇവനൊരു കൊഞ്ചക്കൊണ്ട് എന്നിട്ട് പൂച്ചയുടെ കൂട്ട് ഞാൻ ഒന്ന് കരയും. പക്ഷെ അത് കറക്റ്റ് പൂച്ച കരയുന്ന പോലെ ആയിരിക്കും അവൻ്റെ സൗണ്ട്. അപ്പം ഞാനതാ റീച്ചാനടുത്ത് ആദ്യം പറഞ്ഞ റീച്ചാൻ വെയിലല്ലേ ഇവൻ പോട്ടേന്ന് ചോദിച്ചിട്ടുണ്ടെ വെയിലല്ലേ വിടണ്ടാന്ന് പറഞ്ഞു. പിന്നെ റീച്ചാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പണിയല്ലേ, പോന്നെങ്കിൽ പോയിട്ട് റീച്ചാനും പറഞ്ഞ് വിങ്ങിലിരുന്നേ കളിക്കാവ്, വെയിലത്ത് പോകല്ലെന്ന്. അവന്മാർ പോയി ഫുട്ബോളൊക്കെ കളിച്ചെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വന്നിട്ട് ചപ്പാത്തിക്കൊരു ഉരുളൻകിഴങ്ങ് തോരൻ വയ്ക്കാൻ പോവാം. എന്തു വന്നേലും ഞാൻ പറഞ്ഞില്ലേ അവന് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ സമയം ഞാൻ ഓർത്തില്ല, ഞാൻ വീഡിയോയും എടുത്തില്ല. എനിക്ക് വിശക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല വേണേ ഇത് കഴിക്കുമെന്ന് പറഞ്ഞ് അതിൽ നിന്ന് കുറച്ചെടുത്ത്, മൊത്തവും കഴിക്കാത്തതെന്ന് പറഞ്ഞ് കുറച്ചെടുത്ത് ഞാൻ കൊടുത്ത്. പക്ഷേ അത് ഗതി കെട്ട് ഇരുന്നങ്ങ് കഴിച്ച്. കാരണം വീട്ടിലിരിക്കുമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ ഇപ്പം സ്കൂളിലെങ്ങാനും പോകുമായിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും ഇഷ്ടമുള്ളത് കുടിപ്പിച്ചേനെയായിരുന്നു. ചീസ് ഇരിപ്പുണ്ടായിരുന്നു, ബ്രെഡ് വേണമെങ്കിൽ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു. ഞാൻ ചിന്തിച്ച് ഇതൊന്ന് കഴിക്കട്ടെ. ഉരുളൻകിഴങ്ങ് തോരൻ റെഡിയായി. കഴിക്കാനുള്ളവരൊക്കെ കഴിച്ചു. അന്നേരം അന്ന് മീൻ പിന്നെ അവർ പറഞ്ഞിരുന്നില്ല കേരച്ചൂറ് ഉണ്ടെന്ന്. അപ്പം ഞാൻ കുറച്ചൊക്കെ അച്ചാറിനുള്ളത് എടുത്ത് ഈ വീഡിയോ ഞാൻ ഇതിന് മുമ്പിട്ടുള്ള വീഡിയോ ഉണ്ട്, അത് പറയാൻ മറന്നു. ഇതിന് മുമ്പിട്ടുള്ള വീഡിയോ ഉണ്ട്, ഞാൻ അതിട്ടില്ല. അപ്പോൾ ഇന്നലെ വോട്ടിടാൻ പോയതുകൊണ്ട് അന്നത്തെ വീഡിയോ അങ്ങ് ഇട്ടതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അച്ചാറൊക്കെ മീനച്ചാറൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഇങ്ങനെ മീനുണ്ടായിരുന്നല്ലേ, അതിൻ്റെ തലയും കുറച്ച് പീസുകളും എല്ലാം. പീസെന്ന് പറയാൻ നല്ല പീസാണ്, പന്ന പീസല്ല, നല്ല പീസുകളൊക്കെ മീൻസ് പിന്നെ ഈ ലിവറുള്ള അങ്ങനെയുള്ളതല്ല, നല്ല വൈറ്റൊക്കെ ഉള്ള മീനാണ്. അപ്പോൾ അതൊന്ന് ഇന്ന് കറി വയ്ക്കാമെന്ന് വെച്ചു. മോരുകറി ഇരിപ്പുണ്ട്. ഉച്ചയ്ക്ക് ഇവർക്ക് ഇതൊക്കെ കഴിഞ്ഞ് വൈകിട്ടത്തേക്കിന് മതിയല്ലോ. കാബേജ് തോരനൊക്കെ ഇരിപ്പുണ്ട്. അപ്പം മുളക് പൊടിയൊക്കെ ഒന്നിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് പുളിവെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. എൻ്റെ മീൻകറി കണ്ട് എല്ലാവർക്കും അറിയാം അല്ല ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. കൂടുതൽ ഞാൻ ഈ സെയിം മെതേഡാണ്. വല്ലപ്പോഴും ഞാനിങ്ങനെ തേങ്ങ അരച്ചു അങ്ങനെയൊക്കെ വെക്കത്തുള്ളൂ. തേങ്ങ അരച്ചത് അടിക്കത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് കൂടുതൽ ഇതാണെങ്കിൽ പിന്നെ മീൻ കൊച്ചവൻ കഴിച്ചില്ലെങ്കിലും അവന് തോന്നണം. കഴിച്ചില്ല എങ്കിലും ചാറ് മോരുകറി ഒഴിച്ചിട്ട് ചാറ് കൂടി ഒഴിക്കുന്നത് ഇഷ്ടമാണ്. എനിക്കന്നേലും ഈ ചാറ് മോരുകറി ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഈ ചാറ് കൂട്ടി ആന്നേലും എനിക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ മുളക് ചാറാക്കുന്നത്. ചിലർക്ക് അതിനോട് താല്പര്യമില്ല, കൂടുതലും തേങ്ങ അരച്ചുള്ള കറിയായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വഴിക്ക് റീച്ചാൻ ചോദിച്ചാൽ മലയാളിക്കടയിൽ കയറിയിട്ട് കപ്പ വാങ്ങിക്കുന്നോന്ന്.
എനിക്കിച്ചിരി കപ്പ വാങ്ങിച്ചാൽ എൻ്റെ ഐഡിയയിലുണ്ടായിരുന്നു ഈ മീൻകറി വെക്കുമല്ലോ, എൻ്റെ ഐഡിയയിലുണ്ടായിരുന്നു ഈ മീൻകറി വെക്കുമല്ലോ, ഈ മീൻകറി വെക്കുമല്ലോ, അന്നേരം ഇച്ചിരി കപ്പ വാങ്ങിക്കാമെന്ന്. പിന്നെ ഒത്തിരി ലേറ്റായി അന്ന്. ഞാൻ പറഞ്ഞു ഇനി ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്, വേണ്ട നമുക്ക് അങ്ങ് പോകാം, അഥവാ വേണമെങ്കിൽ നമ്മുടെ ഇവിടുന്ന് ഇച്ചിരി ദൂരെ ഇച്ചിരി കുറച്ച് പോകണം, അവിടെ ഉണ്ടോയെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം മീൻകറി വെച്ചോണ്ട് ചിന്തിച്ചു, ആ മടിയായതുകൊണ്ടല്ല, ഇന്ന് ആ വെയിലത്ത് വന്നതുകൊണ്ടാണ് വേണ്ട എളുപ്പം അങ്ങ് വീട്ടിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇച്ചിരി വാങ്ങിച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് ഇപ്പം കറി വെച്ച് കഴിഞ്ഞ് തോന്നി. അപ്പോൾ ഇതൊക്കെ അടപ്പത്ത് വെക്കാറായപ്പോഴത്തേക്കിന് അനു വന്നു, എന്നിട്ടും ഫ്രീസം വന്നില്ലായിരുന്നു. അപ്പോൾ 2 മണിയായി, ഇപ്പം 2 മണിയാകാറായി, 1:45 2 അപ്പം ഞാനിത് അടപ്പത്ത് വെച്ചിട്ട് ഞാനങ്ങ് മുറി പോയിരിക്കും. അന്നേരം ഞാൻ ഈ അനു വരുന്ന സമയത്താണ് കൂടുതലും അമ്മയ്ക്ക് ഫോൺ ചെയ്യുന്നതൊക്കെ, ഫോൺ ചെയ്യാനുള്ളവർക്ക്. മീനൊക്കെ വറ്റി വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തൊക്കെ ഇച്ചിരി എടുത്തതിന് ശേഷം, ചാറൊക്കെ എടുത്തതിന് ശേഷം ബാക്കി ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.